ഒരുപാട് നാളത്തെ ബക്കറ്റ് ലിസ്റ്റായിട്ടായ ഹോട്ട് എയർ ബലൂണിങ് കപ്പഡോക്കിയയിൽ ചെയ്യാൻ പോയ കഥയാണ് ഞാൻ പറയാൻ പോണത്. ഇസ്താംബുളിൽ നിന്ന് നേരെ പറന്നിറങ്ങി കപ്പഡോക്കിയയിൽ അവിടെ നിന്ന് ഒരു ഹയർ കാർ എടുത്ത് ഞങ്ങൾ ഗൊറേമ എന്ന് പറഞ്ഞ ടൗണിൽ പോയി. അവിടെ ഒരു പ്രീമിയം കേവ് ഹൗസായ ദിവാൻ കേവ് ഹൗസിലായിരുന്നു ഞങ്ങളുടെ താമസം. നല്ല അടിപൊളി ഭംഗിയുള്ള കോസി സ്റ്റേ ആയിരുന്നു അവിടുത്തെ. ഇവിടുന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഹോട്ട് എയർ ബലൂണിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൂർ കമ്പനി നമ്മളെ പിക്ക് ചെയ്യാൻ കൊണ്ടുപോയി. അവിടെ സ്പോട്ട് എത്തിയപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് കാണാൻ തന്നെ അടിപൊളി കേട്ടോ. ഓരോ സ്ഥലത്തും പല പല ഹോട്ട് എയർ ബലൂൺസ് ഇങ്ങനെ പൊങ്ങി വരും. നല്ല രസം കാണാനായിട്ട്. സന്തോഷ് ജോർജ് കൊറങ്ങരയുടെ പഴയൊരു വീഡിയോയിലായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ കപ്പഡോക്കിയയിൽ ഹോട്ട് എയർ ബലൂണിനെ പറ്റി കണ്ടത്. അന്നോട്ട് ഇത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുശേഷം പല സ്ഥലത്ത് നിന്നുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം ആദ്യമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വെയിറ്റ് എന്തായാലും ഭയങ്കര വേർത്തായിരുന്നു. രാവിലെ സൺറൈസിൻ്റെ സമയത്ത് ഇവിടുത്തെ ഫെയറി ചിമ്നീസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒരുപാട് ഹോട്ട് എയർ ബലൂൺസ് ഒപ്പം ഇങ്ങനെ പറക്കണ ആ വ്യൂ അപാരമാണ്. അത് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ഏകദേശം 500ഓളം ഹോട്ട് എയർ ബലൂൺസ് ഈ ഒരു സമയത്ത് പറക്കും. ഇവിടുത്തെ ഹോട്ട് എയർ ബലൂണിങ് എൻറ്റയർലി വെതർ ഡിപ്പെൻഡൻ്റ് ആണ്. വെതർ ഫേവറബിൾ അല്ലാന്നുണ്ടെങ്കിൽ അവരത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യും. ഞങ്ങളാകെ 2 ദിവസത്തിന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിലത്തെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിരുന്നു. അതിൻ്റെ മുന്നത്തെയും ശേഷമുള്ള ദിവസങ്ങളിൽ ക്യാൻസലേഷൻസ് ഉണ്ടായിരുന്നു. ഈ ബലൂൺസ് ഇടയ്ക്ക് കേവ്സിൻ്റെ മുകളിൽ തട്ടിയില്ലാന്ന് പോകുമ്പോഴും തൊട്ടടുത്തുള്ള ബലൂൺസ് അടുത്തോട്ട് വരുമ്പോഴൊക്കെ ഈ പൈലറ്റ്സ് മെനൂവർ ചെയ്യണ കാണുമ്പോഴാണ് ഇതിൻ്റെ അഡ്വഞ്ചർ സൈഡ് നമുക്ക് മനസ്സിലാവുന്നത്. സൺറൈസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമാതിരി വ്യൂ തന്ന പടച്ചോന് ഫിദ അവിടെ വെച്ചിട്ട് തന്നെ ഒരുപാട് നന്ദി പറഞ്ഞു. 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വോൾക്കാനിക് ഇറപ്ഷൻ വന്നുണ്ടായ ഈ ഫെയറി ചിമ്നീസൊക്കെ ഒരു 70 വർഷം മുമ്പ് വരെ ആൾക്കാർ താമസിച്ചിരുന്നു. അതിനുശേഷം ഇത് അൺസേഫ് ആയപ്പോഴാണ് ആൾക്കാരോട് അവിടുന്ന് പോകാൻ പറഞ്ഞത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചത്. ഫ്ലൈറ്റിൻ്റെ അവസാനം നമുക്ക് ടൂർ കമ്പനി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നിരുന്നു. എമിയായിരുന്നു ഗ്രൂപ്പിലത്തെ യങ്ങസ്റ്റ്. അവളതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിനുശേഷം എത്ര കണ്ടാലും മടി വരാത്ത ഈ വ്യൂ ആസ്വദിച്ച് ഒരുപാട് നല്ല ഓർമ്മകളായിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി.